വളരെ സിമ്പിളായിട്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ചുവിടാൻ പറ്റുന്ന നല്ലൊരു കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ചോറിന് കറി വെക്കാൻ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും അതുപോലെ തന്നെ നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിലും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ എടുത്തത്. പുളി അധികം വേണ്ട കേട്ടോ, പുളി അധികം ഇല്ലാത്ത തൈര് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് വിപ്പ് ചെയ്ത് കൊണ്ടുവരാം, അരച്ചെടുക്കരുത്, ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് വെറുതെ ഒന്ന് വിപ്പ് ചെയ്താൽ മതിയേ. അതിനുശേഷം മിക്സിൻ്റെ ജാറിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിതിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ പപ്പടമാണ്. അപ്പോൾ 3-4 പപ്പടം എടുത്താൽ മതി കേട്ടോ, ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പപ്പടം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പപ്പടം മുഴുവനോട് നിങ്ങൾ ഫ്രൈ ചെയ്തിട്ട് അത് ഇങ്ങനെ പൊട്ടിച്ചെടുക്കരുത് കേട്ടോ, അന്നേരം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മാത്രമേ പപ്പടം എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര പപ്പടം എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു 4 പപ്പടം കൊണ്ട് തന്നെ ഏകദേശം ഒരു 4 പേർക്ക് കഴിക്കാനുള്ള അളവുണ്ടാവുമേ, 1/4 കപ്പ് തൈരും ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ എണ്ണ നല്ലപോലെ ചൂടാകുന്ന സമയത്ത് കുറേശ്ശെ ഈ പപ്പടം ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് 2-3 ബാച്ചായിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഒരുപാട് അങ്ങ് എണ്ണയും എടുത്തിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകണ്ട, ഈ ഒരു കളറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ ഒരു സമയം തന്നെ നമ്മൾ ഒരുപാടങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പപ്പടം ഫ്രൈ ആവില്ല കേട്ടോ, ചില ഭാഗങ്ങളിൽ അതുപോലെ തന്നെ പച്ച പോലെ തന്നെ അങ്ങ് നിൽക്കും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ തൈര് ഒന്ന് കലക്കി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ, അതിൽ ഉപ്പ് ചേർത്തനില്ല. പപ്പടത്തിന് അത്യാവശ്യം എന്തായാലും ഉപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു പപ്പടം ചേർത്തതിന് ശേഷം മാത്രം വേണം കേട്ടോ നമ്മൾ തൈരിലേക്ക് ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരിത്തിരി ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കൂടി പോകണ്ട കേട്ടോ ഇഞ്ചീൻ്റെ അളവൊന്നും. അതുപോലെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു 2-3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഒരു 1/2 കഷ്ണം സവാള ചെറുതായി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. സവാള മുഴുവനായിട്ടും എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഉള്ളി മുഴുവനായിട്ടും അങ്ങനെ എടുക്കാം. ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഒരു ഉള്ളിൻ്റെയും അതുപോലെ ഇഞ്ചി പച്ചമുളക് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാട് വെന്ത് അങ്ങ് ഇതായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെ സവാള, അതിൻ്റെ ആ ഒരു കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിൽ വേറെ പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല, മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അതുപോലെ മുളക് പൊടിക്ക് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് കുറച്ച് കൂടുതൽ അളവ് തന്നെ അങ്ങ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ ഒരു പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 4 ഫ്രൈ ചെയ്തിട്ട് ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി ഫ്രൈ ചെയ്ത സമയത്ത് തന്നെ കുട്ടികളൊക്കെ എടുത്ത് തിന്നിട്ട് അത് അത്രയേ ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ ഉള്ളത് ഞാനിതാ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു പപ്പടം ഈ ഒരു മസാലയിൽ കിടന്നിട്ട് നല്ലപോലെ ആ ഒരു ഇതിൽ പിടിച്ച് കിട്ടണം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതങ്ങ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു തൈരിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഈ ഒരു പപ്പടമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് പപ്പടം ചേർത്തിട്ട് മാത്രമേ നിങ്ങളിനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പപ്പടത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് ഭാഗം നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒരു 1/4 ഭാഗം അതിലേക്കൊന്ന് മാറ്റി വെക്കണേ, ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിതാ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ചേർത്ത് കൊടുത്തത് തൈരുമായിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറേ സമയം കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണെങ്കിൽ ഈ പപ്പടമൊക്കെ നല്ലപോലെ കുതിർന്ന് പോകും. അപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പപ്പടം ഉണ്ടല്ലോ, അത് നമ്മൾ കഴിക്കാനാകുന്ന സമയത്ത് മേലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, എന്നിട്ട് സെർവ് ചെയ്താൽ മതി. ഇതിങ്ങനെ കുതിർന്ന് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് ഭാഗം മേലെ ഇട്ട് കഴിഞ്ഞാലും ക്രിസ്പി ആയിട്ട് കടിക്കാൻ കിട്ടുമ്പോഴും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനത് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കുതിർന്നിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കഴിക്കാനാകുന്ന സമയത്ത് ബാക്കി നമ്മൾ വെച്ചത് ഇതിൻ്റെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് കുത്തിയിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലൊരു സിമ്പിൾ കറി മാത്രം മതിയാകട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ പപ്പടവും അതുപോലെ ചില്ലി ഫ്ലേക്സും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊരു റെസിപ്പി ഇതുവരെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക്